കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 72.84% ഇത് തനത് റവന്യൂ വരുമാനമാണ്. അപ്പോൾ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 72.84% തനത് റവന്യൂ വരുമാനം. ഈ കാര്യങ്ങളിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ശരാശരി എത്രയാണെന്നറിയോ? 57.77%. 57 ദേശീയ ശരാശരി, നമ്മളോ 72. ഇതാണ് വ്യത്യാസം. കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 59.71% തനത് നികുതി വരുമാനമാണ്. 59.7 എന്ന് പറഞ്ഞാൽ 60%. അപ്പോൾ 60%-ഓളം തനത് നികുതി വരുമാനമാണ് ആകെ റവന്യൂ വരുമാനത്തിൻ്റേത്. ഇതിലും നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളുടെ ശരാശരി 49.5%. 49.5% രാജ്യത്തിൻ്റെ ശരാശരിയായി നിൽക്കുമ്പോഴാണ് നമ്മൾ 59.7%-ലേക്ക് ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ എത്രമാത്രം വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് അഴിച്ചുവിടുന്നത്! ഏതെല്ലാം തരത്തിൽ നമ്മുടെ നാടിനെ കള്ളങ്ങൾ കെട്ടിച്ചമച്ച് ഇകഴ്ത്താനാണ് ശ്രമിക്കുന്നത്! ഇതെല്ലാം ബോധപൂർവം അഴിച്ചുവിടുന്ന പ്രചരണമാണ് എന്ന് നാം കാണണം. ഈ പ്രചരണം കൊണ്ട് ഈ പ്രചാരകർക്ക് എന്ത് നേട്ടമുള്ളത്? LDF കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാടിൻ്റെ നേട്ടം എന്തിന് മറച്ചു വെക്കുന്നു? നാടിൻ്റെ നേട്ടത്തിൽ എല്ലാവർക്കും അവകാശമില്ലേ? ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ടതല്ലേ ആ നേട്ടം? എന്തിനാണ് നാടിനെ ഇക്കൂട്ടർ LDF വിരോധം വെച്ച് ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്? മറ്റൊരു ദുഷ്പ്രചരണം, ഇവിടെ നികുതി പിരിവില്ല, കടക്കണിയാണ്. ഇവിടെ ഇതാകെ ഇപ്പോൾ ഈ വസ്തുതകൾ നിരത്തിയാൽ പൂർണ്ണമായി തകർന്നു പോവുകയാണ്. ഒരു വിഭാഗം വിദഗ്ധരും നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും ഇതിനെപ്പറ്റി ഒരഭിപ്രായവും ഇതേവരെ പറയാൻ തയ്യാറായിട്ടില്ല. സമൂഹത്തിൽ സർക്കാരിനെതിരെ നടത്തുന്ന വ്യാജ നിർമ്മിതിയുടെ ആഴം എത്രത്തോളമാണ് എന്നതാണ് ഈ അനുഭവത്തിലൂടെ വ്യക്തമാകുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്നത് കേരളത്തെ ഒഴിച്ചു നിർത്തിയുള്ളതല്ല. ഇവിടുന്ന് കൂടി പിരിഞ്ഞു കിട്ടുന്ന നികുതി അടക്കമുള്ളതാണ് കേന്ദ്രത്തിൻ്റെ വരുമാനം. അതിൻ്റെ ഒരു ഭാഗം നികുതി വിഹിതമായും ഗ്രാൻറ്റുകളായും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനാ ബാധ്യതയാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. കാണേണ്ട കാര്യം, ഇത് ഔദാര്യമായി നൽകേണ്ട ഒന്നല്ല, അവകാശമാണ്. ഇത്തരമൊരു വസ്തുത നിലനിൽക്കുമ്പോഴാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ രാഷ്ട്രീയ പ്രചരണായുധമായി ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത്. അതിൻ്റെ ഭാഗമായി ബ്രാൻഡിംഗ് ഉൾപ്പെടെ നോക്കുകയാണ്. ആ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിനുള്ള
സഹായം തടഞ്ഞു വെക്കുകയുമാണ്. ഇപ്പോൾ നെല്ല് സംഭരണത്തിൻ്റെ ഇൻസെൻറ്റീവ് ഇനത്തിലും മറ്റും കേന്ദ്ര സർക്കാർ വരുത്തിയ കുടിശ്ശിക നേരത്തെ വ്യക്തമാക്കി 1300 കോടിയിലധികം. SSA ഇനത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യത്തിലും കുടിശ്ശിക കിടക്കുകയാണ്. ജൽജീവൻ മിഷൻ്റെ കാര്യത്തിലും കിടക്കുന്നു. ഇതെല്ലാം നേരത്തെ ഞാൻ വ്യക്തമാക്കിയ കാര്യമാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കോർ ഓഫ് കോർ എന്ന വിഭാഗത്തിൽപ്പെട്ട കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിരുന്നു. ആ പദ്ധതി ഒന്നാം UPA ഗവൺമെൻറ് കാലത്ത് അംഗീകരിക്കാനിടയായത് അന്നത്തെ ആ സർക്കാരിന് രാജ്യത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് ഇടതുപക്ഷം പിന്തുണ നൽകിയ ഘട്ടമായിരുന്നു. ഇത്തരമൊരു പദ്ധതി ആവശ്യമാണ് എന്ന ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദമാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇതിൽ വേതനത്തിനായുള്ള കേന്ദ്ര സഹായം 100%. അതിലാണിപ്പോൾ മാറ്റം വന്നത്. പുതിയ VBG റാംജി ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സഹായം 50% കുറഞ്ഞു. അതിനു പുറമെ VBG റാംജിയിൽ ഓരോ സംസ്ഥാനത്തിലും ഉൽപ്പാദിപ്പിക്കേണ്ട തൊഴിൽ ദിനങ്ങൾ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന വിഹിതത്തിനുള്ളിൽ ആകണം. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തിന് വരാവുന്ന, കേരളത്തിന് വരാവുന്ന ആകെ നഷ്ടം 3544 കോടി രൂപയാണ്. ഇതാണ് പുതിയ VBG റാംജിയുടെ പ്രത്യേകത. ഇവിടെ സംസ്ഥാനത്തിൻ്റെ മേലെ ബാധ്യത അടിച്ചേൽപ്പിക്കൽ മാത്രമല്ല, ഫലത്തിൽ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുക, അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. 50% ഇപ്പം തന്നെ ഒഴിഞ്ഞു. ബാക്കി ഏത് ഘട്ടത്തിലെന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ പദ്ധതിക്കെതിരെയുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ഇതുകൂടി വരുമ്പോൾ ഗുരുതരമായി ബാധിക്കും എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്.